ശരീഅത്തിലുള്ള 14 സ്ഥാനപ്രവർത്തനങ്ങൾ കൂടി ചെയ്യുന്ന തെറ്റുകളുടെ വിവരങ്ങൾ വിവരിച്ച് പറഞ്ഞ് യഥാർത്ഥ സത്യമായ ഹക്കീക്കത്ത് ഇസ്ലാം നിയമങ്ങളും ആരാധനാ പ്രാർത്ഥനാ പ്രവൃത്തികളും സത്യോപദേശം ചെയ്യണം. ആദം ഹവ്വയെ ലോക സൃഷ്ടികളിൽ കൂടുതൽ അന്തസ്സും അറിവോടുകൂടിയും സൃഷ്ടിച്ചു. ആദം ഹവ്വയെ പിശാച് കണ്ടതും പിശാചിന് ദേഷ്യം കൂടിയും ലോക സൃഷ്ടികൾ കൂടുതൽ അന്തസ്സും അറിവും കൊടുത്ത് മനുഷ്യരെ സൃഷ്ടിച്ചില്ലേ എന്ന അഹങ്കാരത്തോടെ സർവശക്തിനെ പുച്ഛിച്ച് ചീത്ത പറഞ്ഞു. പിശാചിനെ ശപിച്ചു. നായപ്പന്നിയുടെ രൂപത്തിലാക്കി മനുഷ്യരുടെ കാഷ്ടവും മൂത്രവും വിയർപ്പും പിശാചിന് മധുരപലഹാരമാക്കി മാറ്റി. പിശാചിന് ദേഷ്യം കൂടി. ആദം ഹവ്വ കാരണത്താലാണല്ലോ ഞാൻ ഇത്രയും താഴ്ത്തപ്പെട്ടവരായത് എന്ന ദേഷ്യത്തോടെ ആദം ഹവ്വയെ വഴിതെറ്റിക്കാൻ വേണ്ടി തിട്ടമിട്ടു. ആദം ഹവ്വയിലേക്ക് അടുത്തു. ആദമിന്റെ കണ്ണിൽ പിശാചിനെ നായപ്പന്നിയുടെ രൂപത്തിലും കാണപ്പെടുന്നു. കാഷ്ടം മൂത്രത്തിന്റെ ദുർഗന്ധത്തോടുകൂടിയും പിശാചിനെ ആദം ആട്ടി ഓടിപ്പിച്ചു. പിശാച് ആദമിനോട് പറഞ്ഞു, ഞാൻ നിന്നെയും നിന്റെ മക്കളെയും പേരമക്കളെയും സർവശക്തിനെ അല്ലാ എന്ന് പറഞ്ഞ് സ്തുതിച്ചു വണങ്ങി നമസ്കരിക്കാൻ സമ്മതിക്കുകയില്ല. എനിക്ക് അനുസരണമുള്ളവരാക്കി എന്നെ ആരാധിക്കുന്നവരാക്കി മാറ്റിയെടുക്കുമെന്ന് പിശാച് ആദം ഹവ്വയെ വഴിതെറ്റിക്കാൻ കാട്ടിലേക്ക് എറിയപ്പെട്ടു. കാട്ടിൽ വെച്ച് 100 വർഷം 11 വിധം യോഗ നമസ്കാരങ്ങൾ കൊണ്ട് പശ്ചാത്താപിച്ചു മടങ്ങി ഒരുമിച്ച് കൂട്ടി. വീണ്ടും സർവശക്തൻ പറഞ്ഞതിന് എതിർ പ്രവർത്തിച്ചു. വീണ്ടും കാട്ടിലേക്ക് എറിയപ്പെട്ടു. 100 വർഷം നിലവിളിച്ച് കരഞ്ഞ് 11 വിധം ശരീഅത്ത് നമസ്കാരങ്ങൾ കൊണ്ട് പശ്ചാത്താപിച്ചു ഒരുമിച്ച് കൂട്ടി. വീണ്ടും തെറ്റുകൾ ചെയ്തു. വീണ്ടും കാട്ടിലേക്ക് എറിയപ്പെട്ടു. 11 വിധം തോബാ നമസ്കാരങ്ങൾ കൊണ്ട് പശ്ചാത്താപിച്ചു. വീണ്ടും ഒരുമിച്ച് കൂട്ടി കുടുംബങ്ങളുമായി ജീവിച്ചു. ഇന്ന് ആദം ഹവ്വയുടെ സന്തതികൾ പിശാച് പറയുന്നത് പോലെ പിശാചിനെ പല ഭാഷയിലും പല ദൈവപേരിലും വിളിച്ചാരാധിച്ച് ചെയ്യരുത് എന്ന് പറയപ്പെട്ട 100 തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് സർവശക്തിനെ പുച്ഛിച്ച് ചീത്ത പറയുന്നു. മനുഷ്യർ പല ജാതി മത ദുഷ്ട വൈരാഗ്യത്തിൽ ഒരു ജാതിയിൽപ്പെട്ട മനുഷ്യനെ മറ്റു മതത്തിൽപ്പെട്ട മനുഷ്യർ കണ്ടുകഴിഞ്ഞാൽ കടിച്ചു തിന്നണമെന്ന ദുഷ്ട വൈരാഗ്യത്തിൽ എത്തിക്കഴിഞ്ഞു. സർവത്ര മനുഷ്യരും 100 വിധം കഠിന ശിക്ഷ കൂടിയ ദുഷ്ട പ്രവൃത്തികളോടെയുള്ള പാപദോഷങ്ങളാണ് ചെയ്യുന്നത്. പിശാചിന്റെ ശബ്ദം പിശാച് മതപണ്ഡിതന്മാരെ കൊണ്ട് പൂർത്തീകരിച്ചു. മനുഷ്യരുടെ ഇന്നത്തെ അള്ളയും നബിയും യേശു ക്രിസ്തു ശിവരാമൻ ഈശ്വരകൃഷ്ണ മറ്റു ദൈവങ്ങളും പിശാചുക്കളാണെന്ന് മനുഷ്യർക്ക് അറിയുകയില്ല. സത്യമറിയാതെ ചെയ്യുന്നത് മനുഷ്യാംശങ്ങൾക്ക് 100 ശിക്ഷ ലഭിക്കും വിധത്തിലാണ്. ഇന്ന് ഓരോരുത്തരും 100 വിധം ശിക്ഷയ്ക്ക് അർഹരാണ്. മനുഷ്യരെ ഇത്രയും പാപദോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി പാപമോചിതരാക്കാൻ വേണ്ടിയും ആദവും ഹവ്വയും കാട്ടിൽ വെച്ച് ചെയ്ത 33 തൗബാ നമസ്കാര പ്രാർത്ഥനാ പ്രവൃത്തികൾ കൊണ്ട് പശ്ചാത്താപിച്ചു മടങ്ങി ആദം ഹവ്വയുടെ സത്യോപദേശ ആരാധനാ പ്രാർത്ഥനാ പ്രവൃത്തികളോടുകൂടി മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സൃഷ്ടികർത്താവുമായ ഈ പ്രപഞ്ച ശക്തിനെ സ്തുതിച്ചു വണങ്ങി നമസ്കരിച്ച് നല്ലവരായി സഹോദര സഹോദരി സ്നേഹത്തിൽ ജീവിച്ച് ഭൂമിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ വേണ്ടി മനുഷ്യവംശങ്ങളോട് സത്യോപദേശം ചെയ്യണം. മനുഷ്യവംശങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്ന സത്യോപദേശകനും ഇമാമുമായ മഹദി ഇമാം പ്രത്യക്ഷപ്പെട്ടു. മഹദി ഇമാം മനുഷ്യവംശങ്ങളോട് പറയുന്നു, മനുഷ്യർക്ക് ദൈവം ദേവലോകദേവനും സർവാധിപനും സർവരോഗരക്ഷകനുമായ അല്ലാഹു തന്നെയാണ്. മനുഷ്യർക്ക് ദൈവം മനുഷ്യർ പ്രസവിച്ച് വളർത്തിയവരല്ല, മനുഷ്യരെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സർവശക്തനായ അല്ലാഹു തന്നെയാണ്. മനുഷ്യർക്ക് നബിദൂതന്മാർ ആദി മനുഷ്യരും ആദി ദൂതന്മാരായ ആദം ഹവ്വ തന്നെയാണ്. പ്രസവിച്ച് വളർത്തിയ മനുഷ്യർക്ക് മനുഷ്യരും മറ്റും പ്രസവിച്ച് വളർത്താത്തവരാണ്
നബിദൂതന്മാർ. മനുഷ്യരെ മാതാപിതാക്കൾ സഹോദര സഹോദരി സ്നേഹത്തിൽ ജീവിച്ചു ശാന്തിയും സമാധാനവും ലോകത്ത് നിലനിർത്തുക. മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സൃഷ്ടികർത്താവും എല്ലാ സഹായ സംരക്ഷണങ്ങളും ചെയ്തു തന്ന് സംരക്ഷിക്കുന്ന സർവശക്തനെ നിഷേധിച്ച് ധിക്കരിച്ചും പുച്ഛിച്ചു തള്ളി ചെയ്യുന്ന എല്ലാ അനീതി അനാചാരക്രമങ്ങളും ഒഴിവാക്കുക. മനുഷ്യർ കണ്ടാൽ അറച്ചു വെറുത്തു തുപ്പുന്ന ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ച് മനുഷ്യർ കണ്ടാൽ സ്നേഹിച്ച് സന്തോഷിക്കും വിധത്തിൽ മനുഷ്യരെ വളർത്തുന്നവരാണ് സർവശക്തൻ. മനുഷ്യരെ രോഗശക്തികൾ കൂടുതൽ അന്തസ്സും അറിവും ബുദ്ധിയും അനുഗ്രഹവും നൽകി സൃഷ്ടിച്ച് സുഖസന്തോഷത്തോടെ സുഖവാസ സ്ഥലമായ ഭൂമി ലോകത്ത് സംരക്ഷിക്കുന്നവൻ സർവശക്തനാണ് എന്നുള്ള വിശ്വാസം മനുഷ്യരിൽ എന്നും ഉണ്ടായിരിക്കണം. സർവശക്തിനെ നിഷേധിച്ചു പുച്ഛിച്ച് തള്ളിക്കൊണ്ടുള്ള ദുഷ്ട സംസാര പ്രവൃത്തികൾ ഒഴിവാക്കണം. കാണാൻ നല്ല ഭംഗിയുള്ള കൈകാലുകളും കണ്ണും മൂക്കും ചെവിയും മുഖവും വായും രുചികരമായ സംസാരവും നടമാട്ടവും കൂട്ടുകാരും കുടുംബങ്ങളും ധാരാളമുണ്ട്. എല്ലാ അനീതി അനാചാരക്രമങ്ങളും ചെയ്യാൻ കൂട്ടുകാരും ധാരാളമുണ്ട്. എല്ലാ അനീതി അനാചാരക്രമങ്ങളും ചെയ്യുന്നു. ബലൂണിന്റെ കാറ്റ് പോകുന്നത് പോലെ കാറ്റ് പോയി കഴിഞ്ഞാൽ പന വീഴുന്നത് പോലെ മറിഞ്ഞ് വീഴുന്നതും തക്കാളി അളിയുന്നത് പോലെ അളിയുന്നതും കോഴിമുട്ട കെട്ടതിനേക്കാൾ ദുഷ്ട ദുർഗന്ധം ഉണ്ടാവുന്നതും കൂട്ടുകാരും ഉറ്റവരും പെറ്റവരും എല്ലാവരും അറച്ചു വെറുത്ത് കാറിക്കുറിച്ച് തുപ്പുന്ന ശവശരീരം ചുമന്നുകൊണ്ടാണ് മനുഷ്യർ നടക്കുന്നത്. മനുഷ്യരുടെ വയറ്റിൽ ദുഷ്ട ദുർഗന്ധം നിറഞ്ഞ കാഷ്ടമാണ്. മനുഷ്യരുടെ 9 ദ്വാരങ്ങളിൽ കൂടിയും ഒഴുകുന്ന അഴുക്കുകളും ഒരു മനുഷ്യൻ്റേത് മറ്റൊരു മനുഷ്യൻ അറച്ചു വെറുത്ത് തുപ്പുന്നതാണ്. ഉറ്റവരും പെറ്റവരുമെല്ലാം ഇത്രയും ദുഷിച്ച ദുർഗന്ധമുള്ള ശരീരത്തെ ചുമന്ന് നടന്ന് സർവശക്തിനെ പുച്ഛിച്ച് ധിക്കരിച്ചുകൊണ്ടുള്ള അനീതി അനാചാര അക്രമ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. സർവശക്തിനെ സ്തുതിച്ചു വണങ്ങി നമസ്കരിക്കുക. ഇവ ചെയ്തില്ലെങ്കിൽ കാലാകാലം മനുഷ്യർ കഠിന ശിക്ഷകൾ അനുഭവിച്ച് ഖേദിച്ച് കരയേണ്ടി വരും എന്ന ഓർമ്മ എപ്പോഴും മനുഷ്യർ ഉണ്ടായിരിക്കണം. ദുഷ്ടതയും അഹംഭാവവും അഹങ്കാരവും അവനവനിക്കുള്ള ശിക്ഷ അവനവൻ തന്നെ ഉണ്ടാക്കുകയാണ്. സർവശക്തിനെ നിഷേധിച്ചുക്കരും പുച്ഛിച്ച് തള്ളരും ഒഴിവാക്കി സർവശക്തിനെ സ്തുതിച്ചു വണങ്ങി നല്ലവരായി സഹോദര സഹോദരി സ്നേഹത്തിൽ ജീവിക്കുക. നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലവരോടൊപ്പം ചേർന്ന് നല്ലവരായി ജീവിക്കാൻ തയ്യാറുള്ളവർ ഈ സത്യത്തിന്റെ മുന്നിൽ അണിനിരക്കാനും സത്യം പ്രവർത്തി കാണിക്കാനും സത്യം പറയാനും നെഞ്ചുറപ്പുള്ളവരുണ്ടോ? നെഞ്ചുറപ്പും ധൈര്യവും ഉള്ളവരുണ്ടെങ്കിൽ ഈ സത്യത്തിന്റെ മുന്നിൽ നിന്ന് സത്യം പറഞ്ഞും പ്രവർത്തിച്ചും കാണിക്കുക. ഇതാണ് സത്യം. സവനാസ് വിമോചനം മുന്നേറ്റം. ഇവിടെ പറയുന്ന അള്ളയും നബിയും മക്കക്കാരും തങ്ങൾ മൗര്യകളും പറയുന്നതല്ല. മക്കക്കാരുടെ ബുദ്ധഗോപുരത്തിനെ ആരാധിക്കാൻ വേണ്ടി മനുഷ്യരെ അള്ളയാക്കി പറയുന്ന അള്ളയുമല്ല. ഇവിടെ പറയുന്ന അള്ള ഈ പ്രപഞ്ചത്തിന്റെ അപാര ശക്തനും മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സൃഷ്ടികർത്താവുമായ സർവശക്തിനെയാണ് ഇവിടെ അള്ള എന്ന് പറയുന്നത് എന്ന് ഉറച്ച വിശ്വാസത്തോടെ സർവശക്തനായ അള്ളാഹുവിനെ ആദം ഹവ്വ സ്തുതിച്ച് വണങ്ങി നമസ്കരിച്ചതുപോലെ സർവശക്തനായ അള്ളാഹുവിനെ ഈ പ്രപഞ്ച സർവശക്തനെ അള്ളാ എന്ന മഹത്തായ തിരുവചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്തുതിച്ച് സ്മരിച്ച് ആരാധിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ വേണ്ടി സർവത്ര മനുഷ്യവംശങ്ങളോടും ഉപദേശം ചെയ്യുന്നു. മഹർഷി ഔലിയാക്കളുടെ നേതാവും മഹദിമാമായ വലി തവസ്സരിക്കുന്ന സമയം സർവശക്തനായ അള്ളാഹു മഹദിമാമായ വലിയോട് പറയുന്നു, വലിയെ ഞാൻ പറയുന്ന വാക്കുകൾ മനുഷ്യവംശങ്ങളോട് പറയുക. മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സൃഷ്ടികർത്താവുമായ അള്ളാഹു മനുഷ്യവംശങ്ങളോട് പറയുന്നു, മനുഷ്യരെ ഞാൻ
മനുഷ്യവംശങ്ങളെ കണ്ടാൽ അറച്ചു വെറുക്കുന്ന ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ച് എല്ലാവരും സ്നേഹിച്ച് സന്തോഷിക്കും വിധത്തിൽ അന്തസ്സുള്ള മനുഷ്യരൂപത്തിലാക്കി കാണാൻ കണ്ണിനെയും കേൾക്കാൻ ചെവികളെയും സംസാരിക്കാൻ വായിനെയും കേൾക്കുന്നതും കാണുന്നതും ചിന്തിക്കാൻ ഹൃദയത്തിനെയും പ്രവർത്തിക്കാൻ കൈകളെയും നടമാടത്തിന് കൈകാലുകളെയും പ്രവർത്തിക്കാൻ ശരീരങ്ങളെയും അംഗഭംഗങ്ങളെയും മറ്റും നൽകി മുഖശരീരങ്ങളെ ഭംഗിയാക്കി തന്നു. മനുഷ്യരെ നിങ്ങൾക്ക് ജീവിക്കുവാൻ ഭൂമി ലോകത്തെ സ്വർഗത്തോപ്പാക്കി തന്നു. പലയിനം പഴങ്ങളും പലയിനം മൃഗങ്ങളും പാലുകളും തേനുകളും പലയിനം പച്ചരകളും കിഴങ്ങുവർഗങ്ങളും ധാന്യങ്ങളും രുചികരമായ പാനീയങ്ങളും പല കളറുകൾ ഉള്ളതും ചൂടും തണുപ്പും ഉപ്പുകൾ കലർന്ന മറ്റു ദ്രാവങ്ങൾ കലർന്നതും മായ ഉറവിടങ്ങളും സുഗന്ധവാസനയുള്ള പൂക്കളും പഴങ്ങൾ കായ്ക്കുന്ന മരങ്ങളും നിങ്ങൾക്ക് രോഗം പിടിപെട്ടാൽ മരുന്നിന് പലയിനം ചെടികളും വള്ളികളും പല പല മലകളും കായ്ക്കുന്നതും കായ്ക്കാത്തതുമായ ചെടികളും പുല്ല് പുഷ്പങ്ങളും കുളിക്കാനും സുഖങ്ങൾ നിറഞ്ഞ പാനീയങ്ങളും പലയിനം മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും ഉറുമ്പുകളെയും പുഴുക്കളെയും മറ്റും പല കോടിയിനം ചെട്ടികളെയും പാറപർവ്വതങ്ങളെയും ഭൂമിയിൽ പല കളറുള്ള മണ്ണുകൾ നിറഞ്ഞ ഇടങ്ങളെയും പാറകളിൽ കൽമതമുള്ളതും സ്വർണം ഖനികളും വെള്ളികളും കരികളും കൽമതങ്ങളും പൊട്ടിച്ചിതറി കത്തുന്ന പാറകളും മറ്റു പലതും നിറഞ്ഞ പാറ പർവ്വതങ്ങളെയും മറ്റും ചേർന്നുകൊണ്ട് ഭൂമിയെ മനുഷ്യർക്ക് സ്വർഗമാക്കി തന്നു. മനുഷ്യരിൽ കറുത്തവരും വെളുത്തവരും ചുവന്നവരും ഇരുനിറം ഉള്ളവരും സ്ത്രീയും പുരുഷനും ഇവരിൽ രണ്ടിലും പെടാത്തവരും പാണ്ടും ചൂട്ടും ഉള്ളവരും വികലാംഗരെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയേക്കാൾ പല കോടി ഇരട്ടി വീതി വിസ്താരമുള്ള കടലിൽ പല കോടി ഇനം രൂപമുള്ള സൃഷ്ടികളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നു. കടലിൽ നല്ല രുചികരമായ ശുദ്ധവെള്ളവും ഉപ്പുവെള്ളവും മഞ്ഞയും നീലയും ചുവപ്പും കറുപ്പും നിറമുള്ള വെള്ളങ്ങളുമുണ്ട്. ഇവകളിൽ മറ്റൊന്നിനോട് ഒന്ന് ഇവകളിൽ കടലിൽ നല്ല രുചികരമായ ശുദ്ധവെള്ളവും ഉപ്പുവെള്ളവും മഞ്ഞയും നീലയും ചുവപ്പും കറുപ്പും നിറമുള്ള വെള്ളങ്ങളുമുണ്ട്. ഇവകളിൽ മറ്റൊന്നിനോട് ഒന്നിച്ചു ചേർന്നതല്ല, വേറെ വേറെയാണ്. ഇവകൾക്ക് തനിയെ മറകൾ ഇവകൾക്ക് തനിയെ മറകൾ ഇല്ല. എല്ലാം ഒന്നിച്ചാണ്. പല ഭാഗത്തും പല കളറിലും പല രുചിയിലുമുള്ള വെള്ളവും പല കോടിയിനം ജീവികളും ഉണ്ട്. ഭൂമിയിൽ ഉള്ള ജീവികൾക്ക് കടലിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. കടലിലുള്ള ജീവികൾക്ക് കരയിലും ജീവിക്കാൻ കഴിയുകയില്ല. ഭൂമിയേക്കാൾ ഇരട്ടി വലുപ്പമുള്ളതാണ് ചന്ദ്രനേക്കാൾ ഇരട്ടി വലുപ്പമുള്ളതാണ്. സൂര്യനേക്കാൾ വലുപ്പമുള്ളതാണ്. നക്ഷത്രങ്ങൾ മനുഷ്യരെ ആകാശലോകത്ത് എത്ര കോടി നക്ഷത്രങ്ങളുണ്ട്. ചന്ദ്രഗോളത്തിലും പലയിനം സൃഷ്ടികളുമുണ്ട്. സൂര്യഗോളത്തിലും പല സൃഷ്ടികൾ ഉണ്ട്. നക്ഷത്രഗോളങ്ങളിലും പലയിനം സൃഷ്ടികൾ ഉണ്ട്. ഓരോ ഗോളങ്ങളിലും ഭൂമി പോലെ പല കോടി ഇനങ്ങളും പല ഭാഷകൾ സംസാരിക്കുന്നവരും ഒരു നക്ഷത്ര ഗോളങ്ങളിൽ ഉള്ളത് പോലെ ഉള്ളവർ അല്ല. അടുത്ത ഗോളങ്ങളിലുള്ളത് ഒരു ഗോളത്തിൽ ഉള്ളവർക്ക് അടുത്ത ഗോളത്തിൽ കയറി ചെല്ലാനും ജീവിക്കാനും കഴിയുകയില്ല. ഇത്രയും കൂടി നക്ഷത്ര ഗോളങ്ങളും സൂര്യചന്ദ്രനും അടക്കം പല കോടികൾ മനുഷ്യരുടെ കണ്ണിൽ കാണുന്നതും കാണാത്തതുമായ ജീവിക്കുന്ന ആകാശലോകത്തെയും മറ്റും തൂണുകൾ ഇല്ലാതെ നിർത്തി ആകാശഭൂമികളിൽ പല കോടി ഇനം സൃഷ്ടികളെയും പ്രകൃതിയിൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ പ്രപഞ്ച ശക്തിനെ മനുഷ്യരിൽപ്പെട്ട ഹിന്ദുമത സാമ്യ പൂജാരികൾ ആരാധിപ്പിക്കുന്ന ബുദ്ധി വിഗ്രഹ രൂപത്തിൽ ജനമെടുക്കേണ്ടതായ വല്ല ആവശ്യവുമുണ്ടോ? അച്ഛൻ പുരോഹിതന്മാർ ആരാധിക്കുന്ന
പുരുഷ രൂപത്തിൽ കിടക്കുന്ന മനുഷ്യരൂപത്തിൽ ഒരു സ്ത്രീയിൽ കൂടി ജന്മമെടുത്ത് കുരിശിൽ പടഞ്ഞ് മരിക്കേണ്ട ആവശ്യമുണ്ടോ? തങ്ങൾ മൗലവികൾക്ക് മക്കക്കാരുടെ ബുദ്ധഗോപുരത്തിനെയും പിന്ദ്വാരത്തിനെയും ആരാധിക്കാനും മുഹമ്മദിനെ ആക്രമണങ്ങൾ ചെയ്യാൻ നബിയാക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? എൻ്റെ മനുഷ്യരെ തെറ്റുകൾ ചെയ്യിപ്പിക്കാൻ പല നാട്ടിലെ കൊള്ളക്കാരെയും കൊലകാരെയും ആരാധിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് എൻ്റെ പേരിൽ സ്വാമി പൂജാരികളും അച്ഛൻ പുരോഹിതന്മാരും തങ്ങൾ മൗലികളും ഇല്ലാത്ത പല കളവുകളും പറഞ്ഞ് എന്നെ നിഷേധിച്ച് പുച്ഛിച്ച് പല ജാതി മത സംഘടനയുണ്ടാക്കി പല രൂപങ്ങൾ ചെയ്യിപ്പിച്ച് മദ്യപിച്ചും ജാതി മത വ്യക്തിവൈരാഗ്യം ദുഷ്ടചിന്താ പ്രവർത്തനങ്ങൾ കൊണ്ട് സർവശക്തിനെ പുച്ഛിച്ച് ചീത്ത പറഞ്ഞ് മനുഷ്യരുടെ ഹൃദയം കറുത്തിരുണ്ട് മുഖ ആത്മാവ് നായ പന്നിയുടെ രൂപത്തിലായി പല രൂപാരാധന ചെയ്തവരെല്ലാവരും മരണപ്പെട്ടു പോയി. നായ പന്നിയുടെ രൂപത്തിൽ നരകശിക്ഷകൾ അനുഭവിക്കുന്നു. ഭൂമിയിലുള്ളവർ നായപ്പന്നിയുടെ രൂപത്തിലുള്ള മായാമോഹിനി പിശാചുക്കളെയും സേവിച്ച് ആരാധിച്ച് മാട്ടുമാരണം ചെയ്ത് ജാതി മത ദുഷ്ടവൈരാഗ്യത്തിൽ ആത്മാവിനെ നായപ്പന്നിയുടെ രൂപത്തിലാക്കി പിശാചുക്കളുടെ ആക്രമശിക്ഷകളും മാരകമായ രോഗങ്ങളും ഉണ്ടാക്കുന്ന പിശാചുക്കളുടെ അക്രമത്തിനിരയായി കഠിനമായ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് നിലവിളിച്ചു കരയുന്നു. ഇത്രയും കഷ്ടനഷ്ടങ്ങളും വേദനകളും അനുഭവിച്ച് പണ്ഡിതന്മാർ പറയുന്നത് പോലെ പല മതരൂപാധാരം ചെയ്ത് മരണപ്പെട്ടു പോയവരെല്ലാം ആകാശത്ത് നരകശിക്ഷ അനുഭവിക്കുന്നു. മനുഷ്യരെ ഭൂമിലോകത്തും പരലോകത്തും കാലാകാലം ശിക്ഷക്കിരയാക്കുന്ന ബുദ്ധി വിഗ്രഹ കുരിശ് മൺകുമ്പാരങ്ങളെയും നഗ്ന മനുഷ്യരെയും മനുഷ്യരുടെ മുൻദ്വാരം പിൻദ്വാരങ്ങളെയും ആരാധിക്കാൻ സർവശക്തൻ മനുഷ്യവംശങ്ങളോട് പറഞ്ഞതാണോ? മനുഷ്യരെ നിങ്ങൾ പരാക്രമികളായ ദുഷ്ടമതപണ്ഡിതന്മാരെ തുടർന്ന് മതപണ്ഡിതന്മാർ പറയുന്നത് പോലെ പല മതരൂപാരാധന ചെയ്യുന്നു. ഹിന്ദു ബുദ്ധ രൂപാരാധന കൂടി 100 അനീതി അനാചാരങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന സ്വാമി പൂജാരികളെ ഹിന്ദു മതക്കാരാണ് പണവും ഭക്ഷണവും കൊടുത്ത് വളർത്തുന്നത്. ക്രിസ്തു മത രൂപാരാധനയിൽ കൂടി 100 അനീതി അനാചാരങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന അച്ഛൻ പുരോഹിതന്മാരെ പണവും ഭക്ഷണവും കൊടുത്ത് വളർത്തുന്നത് ക്രിസ്തു മതപ്രവർത്തകരാണ്. മക്കക്കാരുടെ മുസ്ലിം മതം വളർത്താൻ വേണ്ടി 100 അനീതി അനാചാരങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന തങ്ങൾ മൗലവികൾക്ക് പണവും ഭക്ഷണവും കൊടുത്ത് വളർത്തുന്നത് മുസ്ലിമിന്റെ പേരുകൾ പറഞ്ഞു നടക്കുന്നവരാണ്. ഇത്തരക്കാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവരെ ഉള്ള ശിക്ഷ അവനവൻ സ്വയം ഉണ്ടാക്കുകയാണ്. മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ കണ്ണിനെയും കേൾക്കാൻ ചെവികളെയും ചിന്തിക്കാൻ ഹൃദയത്തിനെയും എന്തിനാണ് തന്നിട്ടുള്ളത്? മനുഷ്യർക്ക് ഗുണമുള്ളതും ദോഷമുള്ളതും നല്ലതും ചിന്തിച്ച് ദോഷമുള്ളത് ഒഴിവാക്കാനും ഗുണമുള്ളത് ചെയ്യാനുമാണ്. മനുഷ്യരെ നിങ്ങൾ ആരാധിക്കുന്ന പല മത ദൈവരൂപാരാധനകൾക്ക് നിങ്ങൾക്ക് വല്ല സഹായവും ചെയ്തു തരാൻ കഴിയുമോ? മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്ന ഭ്രാന്ത് പ്രവർത്തനങ്ങൾ മനുഷ്യരെക്കാൾ താഴ്ന്ന നായപ്പന്നി പോലെയുള്ള മൃഗങ്ങൾ പോലും ചെയ്യുന്നില്ല. അവകളെക്കാൾ താഴ്ന്നവരായിട്ടാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നത്. മനുഷ്യരെ നിങ്ങൾ ഭൂമിയിൽ വന്നത് പല മതരൂപാരാധന ചെയ്ത് നിങ്ങളുടെ മുഖം ആത്മാവിനെ വികൃതമാക്കാനല്ല, നല്ല അന്തസ്സുള്ള മനുഷ്യ രൂപത്തിലാക്കിയെടുത്ത് കാലാകാലം സ്വർഗീയ സുഖജീവിതം ലഭിക്കാനുള്ള സത്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. മനുഷ്യരെ നിങ്ങൾക്ക് കാലാകാലം സ്വർഗീയ സുഖജീവിതം ലഭിക്കാനുള്ള സത്യമായ ആരാധനാ പ്രാർത്ഥനാ പ്രവൃത്തികൾ ബലിയെ തുടർന്നുകൊണ്ട് നിങ്ങൾ ബലി ഉപദേശിക്കുന്നത് പോലെയും ആദ്യ മനുഷ്യരും ആദ്യ ദൂതന്മാരായ ഉപദേശിച്ചതുപോലെയും ബലി ഉപദേശിക്കുന്നത് പോലെയും പ്രവർത്തിച്ച് പഠിപ്പിക്കുന്നത് പോലെയും നിങ്ങൾ പ്രവർത്തിച്ച് നല്ലവരായി ജീവിച്ച് നിങ്ങളുടെ ആത്മാവിനെ അന്തസ്സുള്ള മനുഷ്യരുടെ രൂപത്തിലും കോലത്തിലുമാക്കി എടുക്കണം എന്ന് അള്ളാഹു സർവത്ര മനുഷ്യവംശങ്ങളോടും ഉപദേശം ചെയ്യുന്നു. അള്ളാഹു പറയുന്നു,
മനുഷ്യരെ ആ എ ഒ എന്ന വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം അറിയുന്നവരുണ്ടെങ്കിൽ ബുദ്ധി വിഗ്രഹ കുരിശ് മൺകുമ്പാരം നഗ്ന മനുഷ്യരെയും മനുഷ്യരുടെ മുൻദ്വാരം പിൻദ്വാരങ്ങളെയും ആരാധിക്കുകയില്ല. ഇത്രയും കലാരൂപാരാധന ചെയ്യാൻ സ്വാമി പൂജാരിയും അച്ഛൻ പുരോഹിതനും തങ്ങൾ മൗലവിയും ആവുകയില്ല. ഇത്രയും രൂപാരാധന ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ഇല്ല. മനുഷ്യരെ നിങ്ങളിൽ ഒരു മനുഷ്യനും മാന്യവാന്മാരല്ല. മനുഷ്യരെ നിങ്ങൾ എല്ലാവരും സ്ത്രീകളുടെ അർബുദ രക്തം കുടിച്ച് വളർന്നവരും ചെറുപ്രായത്തിൽ മലമൂത്രത്തിൽ കിടന്നുരുണ്ട് വായിൽ വെച്ച് തേക്കുകയും കഴിക്കുകയും ചെയ്തവരാണ്. മനുഷ്യരെ നിങ്ങളെല്ലാവരും കാഷ്ടം കോരികളുടെയും പല കൃഷി ജോലികൾ ചെയ്യുന്നവരുടെയും മക്കളാണ്. ഇന്നത്തെ രാജാവും മന്ത്രിയും പ്രസിഡന്റും കുട്ടികളായി പഠിച്ചവരും പഠിക്കുന്ന സമയം പല ചീത്ത സംസാരങ്ങളും കളവും തല്ലും അടിയും വഴക്കും ഉണ്ടാക്കിയവരാണ് ചിലർ. കൃഷിക്കാരും കച്ചവടക്കാരും കള്ളന്മാരും പിച്ചക്കാരും കൊള്ളക്കാരും ചിലവർ ജോലിക്കാരും ആകുന്നു. ചിലവർ കിട്ടുന്ന പണം കൂട്ടിവെച്ച് ആവശ്യത്തിന് മാത്രം ചെലവഴിച്ച് സുഖമായി ജീവിച്ച് കൊട്ടാരങ്ങൾ കെട്ടുന്നു. ചിലവർ കിട്ടുന്ന പണം കൊണ്ട് മദ്യപിക്കലും ചൂതാട്ട് വ്യഭിചാരം മറ്റു അനീതികളിൽ കൂടിയും ചെലവഴിക്കുന്നു. അനീതി അനാചാരങ്ങൾ ചെയ്യുന്നവൻ അംഗങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. കൊട്ടാരം കെട്ടിവരെയും വലിയ ജോലിക്കാരെയും കണ്ട് ഞങ്ങൾ ഒപ്പം പഠിച്ചവരാണ്, ഒരുമിച്ച് ജോലി ചെയ്തവരാണ്, ഒരുമിച്ച് കളിച്ചവരാണ് എന്നും മറ്റും നൂറ് ചീത്ത പറയുന്നു. ചീത്ത പറയുന്നവർ ഞാൻ ചെയ്ത തെറ്റുകൾ കാരണത്താലാണ് എൻ്റെ അംഗങ്ങൾ നഷ്ടപ്പെട്ടതെന്നും പിച്ചക്കാരനായി നടക്കേണ്ടി വന്നത് എന്നും ചിന്തിക്കുന്നില്ല. മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വേദനകളും പല കഷ്ടനഷ്ടങ്ങളും ഉണ്ടാവും. ഇവകൾ വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനത്തിനു വേണ്ടി പല മത പണ്ഡിതന്മാരെ സമീപിക്കുകയും പല മതരൂപാരാധനകൾ ചെയ്യുകയും ചെയ്യരുത്. മതപണ്ഡിതന്മാർ മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളെ സേവിച്ച് ആരാധിക്കുന്നവരാണ്. മതപണ്ഡിതന്മാരാണ് പിശാചുക്കളെ കൊണ്ട് മാട്ടുമാരണം ചെയ്ത് നിങ്ങൾക്ക് പല രോഗങ്ങളും ഉണ്ടാക്കുന്നത്. മനുഷ്യരെ നിങ്ങൾക്ക് എന്തു കഷ്ടം വന്നാലും പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാ കഷ്ടനഷ്ടങ്ങളും തീരും. ഇതാണ് ആദിദൂതന്മാർ പഠിപ്പിച്ചത്. ആദിദൂതന്മാരുടെ സത്യോപദേശത്തെയും നിഷേധിച്ച് ദുഷ്ടപരാക്രമികൾ പറഞ്ഞതും ചെയ്തതുമാക്കി പറഞ്ഞ് കൊണ്ട് പല തെറ്റുകുറ്റങ്ങളും ചെയ്യിപ്പിക്കുന്നു. മതപണ്ഡിതന്മാർ പറയുന്നത് കേട്ട് പലവിധമായ കളവുകളും കള്ളക്കഥകളും പറഞ്ഞു ബുദ്ധി വിഗ്രഹ കുരിശ് മൺകുംഭകാരങ്ങളെ ആരാധിക്കും. അവകൾ ചെയ്യാൻ വേണ്ടി കൊള്ളയും കൊലയും ചെയ്ത് സ്വന്തം ശരീരങ്ങളെ നഷ്ടപ്പെടുത്തരുത്. മനുഷ്യരെ നിങ്ങളുടെ വരുംകാലം സ്വർഗീയ സുഖജീവിതവും നഷ്ടപ്പെടുത്തരുത്. മനുഷ്യരെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കാലാകാലം സുഖമായി ജീവിക്കാനുള്ള സമ്പത്തുണ്ടാക്കാനാണ്. നിങ്ങൾക്ക് കാലാകാലം സുഖമായി ജീവിക്കാനുള്ള സമ്പത്തുണ്ടാക്കാനുള്ള പ്രാർത്ഥനകൾ വരി മുഖേന ഞാൻ നിങ്ങൾക്കതാ ഉപദേശം ചെയ്യിപ്പിക്കുന്നു. വരിയിനെ തുടർന്നുകൊണ്ട് വരി പറയുന്നത് പോലെയും പ്രവർത്തിച്ച് പഠിപ്പിക്കുന്നത് പോലെയും പ്രവർത്തിച്ചുകൊണ്ട് നല്ലവരായി നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും കുട്ടികളെയും വളർത്തിയെടുത്ത് നിങ്ങൾ ജീവിച്ച് നിങ്ങളുടെ ശരീരാത്മാവിനെ ശുദ്ധിയാക്കി നല്ല അന്തസ്സുള്ള മനുഷ്യരുടെ രൂപത്തിലും കോലത്തിലുമാക്കി കൊണ്ടായിരിക്കണം മനുഷ്യരെ നിങ്ങൾ മരിക്കേണ്ടത്.